സാധാ ദോശ കഴിച്ച് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഹായ്, നമസ്കാരം. എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡിഫറെൻറ്റ് ദോശയാണ്. അപ്പോൾ സാധാരണ ദോശ കഴിച്ച് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ദോശയുടെ പേര് കാരാ ദോശ. ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാരദോശയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ പാത്രത്തിൽ 1 കപ്പ് പച്ചരി, 1 കപ്പ് പുഴുങ്ങലരി, 1 കപ്പ് തോരപ്പരിപ്പ്, ഇത്രയും 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി പറയാം. തുവരപ്പരിപ്പ് 1 കപ്പ്, പുഴുങ്ങലരി 1 കപ്പ്, പച്ചരി 1 കപ്പ്, ഇത്രയും 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് കായം, ജീരകം, തേങ്ങ, ചുവന്ന മുളക്, ഒരു ചെറിയ കഷ്ണം പുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ദോശ ചുടുമ്പോൾ അത്യാവശ്യത്തിന് എണ്ണയും വേണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ മാവ് അരച്ചെടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ തേങ്ങയും മുളകും പുളിയും ഉപ്പും ജീരകവും കായവും ഇത്രയും സാധനങ്ങൾ ഒന്നായിട്ട് അരച്ചെടുക്കാം. അതൊന്ന് അരിഞ്ഞ് കിട്ടുമ്പോൾ പരിപ്പും അരിയും ചേർത്ത് നമുക്ക് അരയ്ക്കാം. അപ്പൊ ആദ്യം ഇത് അരയ്ക്കാം. നമുക്ക് തേങ്ങയും മുളകും പുളിയും ജീരകം കായം ഉപ്പ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഈ പരിപ്പും അരിയും കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള മാവായിട്ട് അരച്ചെടുക്കാം. അപ്പൊ അത് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പൊ മാവ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 8 മണിക്കൂർ പുളിക്കാൻ വെക്കാം. 8 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി മുഴുവൻ വെച്ചിട്ട് രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഞാനിതൊരു 8 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ട് അതിനുശേഷം തിരിച്ചു വരാം. 8 മണിക്കൂർ നേരം പുളിക്കാൻ വെച്ച മാവാണ്. നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദോശ ചുടാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ച് പരത്താം. ഇത് നമുക്ക് കട്ടിയുള്ളതോ നേരിയതോ ആയിട്ട് പരത്താവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ദോശയൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. ഈ സൈഡിൽ നിന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ദോശ റെഡിയായി. അപ്പൊ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി ദോശ ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പൊ കാരദോശ റെഡി. ഇത് തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. നല്ല ചൂടോടുകൂടെ കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലടിക്കാനും മറക്കരുത്. അപ്പൊ അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.